ഞാൻ ഉപയോഗിക്കുന്ന സാംസങ് ഇക്കോസിസ്റ്റം പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ അവസാനം പറഞ്ഞ് നിർത്തിയെടുത്തതെന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാംസങ് സി ഫ്ലിപ്പ് 7 ഉണ്ടല്ലോ, ഇത് മാറാൻ സമയമായി. അപ്പോൾ ഇത് മാറിയിട്ട് സാംസങ്ങിന്റെ ഒരു പുതിയ ഫോണിലോട്ട് മാറും. പുതിയ ഫോൺ വാങ്ങാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കരമനയിലുള്ള പുതിയ ഓക്സിജൻ ഡീറ്റെയിൽ ഷോറൂമിലാണ്. സാധാരണയായിട്ട് കൊല്ലം ഓക്സിജൻ ഷോറൂമിൽ നിന്നായിരുന്നു എന്റെ പർച്ചേസ് എങ്കിലും ഇത്തവണ പുതിയ ഷോറൂമിൽ നിന്ന് തന്നെ ആകാം എന്ന് തീരുമാനിച്ചു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്മാർട്ട് ഫോൺ, സാംസങ്ങിന്റെ ഏറ്റവും പുതിയ Z Fold 8 എന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. ബോക്സിന്റെ മേലിൽ ഇതിനകത്ത് ഒരു പേപ്പർ ബോക്സിനകത്ത് സിം ഇജക്ടർ പിൻ, ചാർജിംഗ് കേബിൾ C to C, യൂസർ മാനുവൽ. ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. കവർ സ്ക്രീനിലും ഒരു പേപ്പർ സ്റ്റിക്കർ ഉണ്ട്, അത് ഒഴിവാക്കുന്നു. ഇത്തവണത്തെ സാംസങ് ലോഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആദ്യമായിട്ട് സാംസങ് ഫോൾഡ് സീരീസിൽ 2 ഫോണുകൾ ഒരുമിച്ച് പുറത്തിറക്കി എന്നതാണ്. C Fold 8ഉം C Fold 8 അൾട്രയും. സാധാരണ ക്യാൻഡി ബാർ സ്മാർട്ട് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കയ്യിൽ പിടിക്കാൻ കണ്ടില്ല, കുറച്ച് വീതി കൂടുതലാണ്, വൈഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് നമ്മളുടെ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ ആ ഒരു ഫീലാണ് ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ. കഴിഞ്ഞ വർഷത്തെ C Fold 7ഉം ഇത്തവണത്തെ C Fold 8 അൾട്രയും തമ്മിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ആളുകൾ കൂടുതലും വാങ്ങാൻ സാധ്യത തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫോം ഫാക്ടർ ഉള്ള C Fold 8 തന്നെയായിരിക്കും. ഇങ്ങനെ വിഡ്ത്ത് വൈസ് നമുക്കിത് കയ്യിൽ പിടിക്കാൻ കുറച്ച് വീതി കൂടുതലായതുകൊണ്ട് തന്നെയും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കണം, കണ്ടില്ലേ? നമ്മുടെ കൈ വിശാലമായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോൺ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഒരു പാസ്പോർട്ട് സൈസിലുള്ള വൈഡ് ഫോൾഡിംഗ് ഡിസൈൻ സാംസങ് ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നതെങ്കിലും മറ്റ് ബ്രാൻഡുകളിൽ നമ്മൾ ഇത് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റിന്റെ സർഫസ് ഡ്യൂ, ഗൂഗിളിന്റെ പിക്സൽ ഫോൾഡ് എന്നിവ ഇതേ ഡിസൈനിൽ വന്ന ഫോണുകളാണ്. അതുപോലെ പണ്ടത്തെ ബ്ലാക്ക്ബെറി ഫോണുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഒരു ഫോണിന്റെ കവർ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ഹാൻഡഡ് ഓപ്പറേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒരുപക്ഷെ നമ്മുടെ വിരലുകൾ ഓടിക്കളിക്കും. എന്നാൽ കണ്ടില്ല, അങ്ങനെ അറ്റം വരെ നമ്മുടെ ഈ ഒരു വിരൽ പോവില്ല. അപ്പോൾ വീതിയാണ് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ഇതിന്റെ ആ ഒരു വീതി കൂടുതൽ എന്നുള്ളതാണ്. ആ ഒരു വീതി കൂടുതൽ തന്നെയാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. 8 തലമുറകളായിട്ട് ഫോൾഡിംഗ് ഫോൺ നിർമ്മിക്കുന്ന സാംസങ് 2 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ആപ്പിളിന്റെ ആദ്യ ഫോൾഡിംഗ് ഫോണിനെ മുൻകൂട്ടി കണ്ടിറക്കിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് ഇതെന്ന് വേണം കരുതാൻ. ആപ്പിളിന്റെ ലീക്കായ ഡിസൈൻ മുന്നിൽ കണ്ട് ഓടുന്ന ആപ്പിളിന് ഒരു മുഴം മുന്നേ എന്ന രീതിയിലാണ് സാംസങ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. അപ്പോൾ വരുന്ന ഐഫോണിന്റെ ഫോൾഡും ഏതാണ്ട് ഈ ഒരു ഫോം ഫാക്ടർ ആയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ C Fold 8 ഈ ഒരു ഫോം ഫാക്ടർ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇനി ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പാസ്പോർട്ട് സ്റ്റൈലിലേക്ക് വരും കാലങ്ങളിൽ മൊത്തത്തിൽ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. C Fold 7ന്റെ യാതൊരുവിധ കണ്ടിന്യൂറ്റിയും ഈ ഒരു ഫോണിനില്ല. അതുകൊണ്ട് തന്നെയും തുടക്കത്തിൽ നമ്മളൊക്കെ കേട്ടിരുന്ന C Fold Wide എന്ന പേര് തന്നെയായിരുന്നു ഈ ഒരു ഫോണിന് ഏറ്റവും അനുയോജ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കവർ സ്ക്രീനിന് ഇത്തരത്തിൽ വീതി കൂടുതലായതുകൊണ്ട് തന്നെയും നമുക്ക് ഇങ്ങനെ 2 കൈയും ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പിംഗ് കുറച്ച് ഈസിയാണ്. ഫോണിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ സാംസങ് S26 Ultra എന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കൊടുത്തിരിക്കുന്ന അതേ കരുത്തുറ്റ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എന്ന് പറയുന്ന പ്രോസസർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ S26 Ultraയിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രൈവസി ഡിസ്പ്ലേ എന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളതും ഓർക്കണം. അതുകൊണ്ട് തന്നെ വരും സാംസങ് ഫോണുകളിലും അതൊരു പക്ഷേ ഒഴിവാക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. ഈ ഒരു ഫോൺ നമുക്ക് മൊത്തത്തിൽ 4 ഓറിയന്റേഷനുകളിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോട്ടോ, അതായത് പോർട്രേറ്റ് മോഡിലുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ഈ കവർ സ്ക്രീനിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓർക്കുക, ആ ഒരു കവർ സ്ക്രീനിൽ നമ്മൾ സാധാരണ പോർട്രേറ്റ് വീഡിയോകൾ കാണുമ്പോൾ ഈ ഒരു 2 സൈഡിലും ഇതുപോലെ കവർ സ്ക്രീനിൽ ചെറിയൊരു ബ്ലാക്ക് ബാർ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ലാൻഡ്സ്കേപ്പ് വീഡിയോകളിലേക്ക് വരുമ്പോൾ കവർ സ്ക്രീൻ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോകൾ കവർ സ്ക്രീനിലൂടെ തന്നെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇന്നർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഷോർട്സ്, റീല് പോലുള്ള പോർട്രേറ്റ് മോഡ് വീഡിയോകൾ നമുക്ക് ഈ ഒരു ഫോണിനെ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഒരു ടാബ്ലറ്റ് കണക്ക് ഈ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇന്നർ സ്ക്രീനിൽ ലാൻഡ്സ്കേപ്പ് മോഡ് വീഡിയോകൾ നമുക്ക് ഈ ഒരു രീതിയിലും കാണാം. എന്നാൽ ഇതിനോടൊപ്പം വന്ന് C Fold 8 Ultra നമ്മൾ അതിലും യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം വിഡ്ത്തിൽ മാത്രമേ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ യൂട്യൂബ് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അൾട്രയിൽ ഈ വീഡിയോയ്ക്ക് പുറത്ത് കാണുന്ന ഈ കറുത്ത ബാർ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇന്നർ സ്ക്രീനിൽ ഇത്തവണ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഔട്ട്ഡോറിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കവർ സ്ക്രീനിൽ ഈ ഒരു കോട്ടിംഗ് നൽകാത്തത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. എങ്കിലും കവർ സ്ക്രീനിനും ഇന്നർ സ്ക്രീനിനും 3000 നിറ്റ്സ് വരെയുള്ള പീക്ക് ബ്രൈറ്റ്നസും നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയട്ടെ. ഇനി എവിടെയാണ് C Fold 8ന്റെ സ്ഥാനമെന്ന് ചോദിച്ചാൽ സാംസങ്ങിന്റെ C Flip 7ഉം അതുപോലെ C Fold 8 Ultrയുടെയും മധ്യഭാഗത്തായിരിക്കും ഈ ഒരു ഫോണിന്റെ സ്ഥാനം. അതായത് സൈസ് വൈസ് C Flip 7നേക്കാൾ വലുതും എന്നാൽ C
ഫോൾഡ് 8 അൾട്രയേക്കാൾ കോമ്പാക്റ്റുമായിട്ട് വരും ഈ ഒരു സി ഫോൾഡ് 8 എന്ന സ്മാർട്ട് ഫോൺ. സാംസങ് ആദ്യമായിട്ട് കാർബൺ സിലിക്കൺ ടെക്നോളജി തങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിച്ചു എന്നുള്ളതും സി ഫോൾഡ് 8 സീരീസ് എന്ന ഫോണിന്റെ പ്രത്യേകതയാണ്. ഇതിൽ 4800 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അൾട്രയിൽ 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുതിയ ടെക്നോളജി വന്നതുകൊണ്ട് വരും സാംസങ് മോഡലുകളിലെങ്കിലും ബാറ്ററി കപ്പാസിറ്റി ഇനിയും കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എന്റെ ഇതുവരെയുള്ള ഉപയോഗത്തിൽ ഈ ഒരു 4800 mAh മികച്ച ബാറ്ററി ലൈഫ് നൽകുന്നുണ്ട്. അമിതമായിട്ടുള്ള ഒരു ബാറ്ററി ഡ്രെയിൻ എനിക്ക് കഴിഞ്ഞ ഒരു ദിവസത്തെ യൂസ് കേസിൽ ഫീൽ ചെയ്തതുമില്ല. ഇത്തരം ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് മൾട്ടി ആപ്പ് സപ്പോർട്ടാണ്. നോക്കിയേ, ഒരേ സ്ക്രീനിൽ തന്നെ ഞാൻ 3 ആപ്പുകളാണ് ഇപ്പോൾ ഇവിടെ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് കൂടാതെ അതിലധികം ആപ്ലിക്കേഷൻ ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഞാൻ 4 ആപ്ലിക്കേഷനുകൾ ഒരേ സമയം ഞാൻ ഈ ഒരു സ്ക്രീനിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫോൾഡിംഗ് ഫ്ലിപ്പ് ഫോണുകളുടെ ഒരു കുറവെന്ന് പറയുന്നത് ഫോണിന്റെ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന ഏരിയയിൽ ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു ക്രീസ് ആണ്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ക്രീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ ലൈറ്റിലേക്കൊക്കെ ഇതുപോലെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രീസ് ചെറിയ രീതിയിൽ വിസിബിൾ ആണ്. അപ്പോൾ ഫോൾഡിംഗ് ഫ്ലിപ്പ് ഫോണുകളുടെ ക്രീസ് എത്രത്തോളം ഉണ്ട് എന്ന് പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഒരിക്കലും അറിയാൻ സാധിക്കില്ല. നമ്മൾ ഒരു വർഷമൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ ക്രീസ് കൂടുതൽ വിസിബിളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രീസിനെ പറ്റി അധികം ഒന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും മുൻ ജനറേഷനെ അപേക്ഷിച്ച് തുടക്കത്തിൽ ക്രീസ് ഒരല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇത്തവണ ഈ ഒരു ഇന്നർ ഡിസ്പ്ലേക്ക് അല്പം കൂടി ഒരു സപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ടൈറ്റാനിയം തിൻ ലെയർ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ അടിഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈ ഒരു ഇന്നർ ഡിസ്പ്ലേ മറ്റ് മുൻ സീരീസുകളെ അപേക്ഷിച്ച് ഡ്യൂറബിൾ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ഫോൾഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 90 ഡിഗ്രി വരെയൊക്കെ ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് പോവുകയാണ്. ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസ് സാധ്യമല്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ യൂട്യൂബോ ജിമെയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഫോണിന്റെ സ്ക്രീൻ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് കണക്കെ, അതായത് ഇപ്പം നമ്മൾ ജിമെയിലാണ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ കീബോർഡ് ഏരിയ ഇവിടെ വരും, മെയിൽ നമുക്ക് ഇവിടെ മുകളിൽ കാണാം. ആ ഒരു ഫ്ലെക്സ് മോഡ് എന്ന് സാംസങ് പറയുന്ന ആ ഒരു ഫീച്ചർ ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഫോൺ ടക്കെന്ന് പറഞ്ഞ് അങ്ങ് അൺഫോൾഡ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈറ്റാനിയം ലെയറും ഒക്കെ കൊടുത്തുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങേ അറ്റത്തേ ഉള്ളൂ. ആ രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺഫോൾഡ് ആകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറകളെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്കിൽ 2 ക്യാമറകളാണ്. 50 മെഗാ പിക്സലിന്റെ 2 ക്യാമറകൾ, ഒരു വൈഡ് ആംഗിളും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 2 സെൽഫി ക്യാമറകളുണ്ട്. അതായത് ഈ കവർ സ്ക്രീനിൽ ഒരു 10 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും ഉണ്ട്. അതുപോലെ ഇന്നർ സ്ക്രീനിൽ ഒരു 10 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറും ഉണ്ട്. അപ്പോൾ നമുക്ക് സെൽഫി എടുക്കുന്നതിന് ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും ഞാനിപ്പോൾ ഈ ഒരു സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഹൈ ക്വാളിറ്റി ബാക്ക് ക്യാമറ സെൽഫീസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഫോൺ ഒരു നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ആപ്പ് എടുക്കുമ്പോൾ കുറച്ച് ചൂടാവുന്നുണ്ട്. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള സെൽഫി വീഡിയോ ആണ്. ഞാനിങ്ങനെ ഫോൺ കണ്ട് കവർ സ്ക്രീനിലൂടെ തന്നെ കണ്ടുകൊണ്ട് ഉള്ളൊരു സെൽഫി വീഡിയോ ആണ്. 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈഡ് ആംഗിളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വീഡിയോ ക്വാളിറ്റി. ഇത്തവണ സി ഫോൾഡ് 8 സീരീസിൽ സാംസങ് പുതുതായി കൊണ്ടുവന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് മൈ ഫാൻ ക്യാം എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര്. നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ കുറേ പേർ നിൽക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആളിനെ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു റീൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പോകുന്ന രീതിയിലേക്ക് എല്ലാം ക്യാമറ മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോയിൽ നിന്നും ഒരു പോർട്രേറ്റ് വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു എഡിറ്റിംഗ് സ്കില്ലൊന്നും ഇല്ലാതെ AIയുടെ സഹായത്തോടുകൂടി അത്തരത്തിൽ നമുക്ക് ചെയ്യാനുള്ള മൈ ഫാൻ ക്യാം എന്ന് പറയുന്ന ഫീച്ചറും ഇത്തവണ സി ഫോൾഡ് 8 ആദ്യമായിട്ട് സാംസങ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും മികച്ച ഫോണാണെങ്കിലും ഈ ഒരു ഫോണിനും ചില പോരായ്മകളുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ നൽകിയിട്ടില്ല, നേരെ മറിച്ച് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടെങ്കിലും മാഗ്നറ്റിക്കലി അറ്റാച്ച്മെന്റ് സാധ്യമല്ല. ഇത്രയും വില കൊടുത്തിട്ടും ഒരു ടെലിഫോട്ടോ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല. ഫോൾഡിംഗ് ഫോൺ ആയിട്ട് പോലും സാംസങ്ങിന്റെ ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും കുറവ് തന്നെയാണ്. വിലയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിന്റെ ബേസ് വേരിയന്റിന്റെ വില 1,79,999 രൂപയാണ്. നമുക്ക് വേണമെങ്കിൽ 1,17,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള S26 അൾട്രയും കൂടെ ഒരു 35,000 രൂപ കൂടെ കൊടുത്താൽ സാംസങ്ങിന്റെ തന്നെ നല്ലൊരു ടാബും വാങ്ങാം. അപ്പോഴും ബാക്കി 28,000 രൂപ നമ്മുടെ പോക്കറ്റിലിരിക്കും. പക്ഷേ ഒരു ഫോണും ടാബും എപ്പോഴും ഒരുമിച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു സിംഗിൾ ഡിവൈസിൽ ഫോണിന്റെയും ടാബിന്റെ അനുഭവം വേണമെന്നുള്ളവർക്ക് ഈ ഒരു
ഫോൾഡിംഗ് ഫോൺ തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. ഈ ഒരു ഫോണിന്റെ വില കേട്ട് ഞെട്ടുന്നവരോട് ഒരു കാര്യം കൂടി പറയാം. അതായത് വെറും 72 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ 2.71 ലാക്ക് പ്രീ റിസർവേഷനുകളാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ സി ഫോൾഡ് 7 സീരീസിൽ പോലും ഈ ഒരു 2.71 ലക്ഷം യൂണിറ്റുകൾ പ്രീ റിസർവ് ചെയ്യാൻ ഏകദേശം 15 ദിവസം എടുത്തു. അവിടെയാണ് സി ഫോൾഡ് 8ൽ വെറും 3 ദിവസം കൊണ്ട് ഇത്രയധികം, അതായത് 2.71 ലാക്ക് പ്രീ റിസർവ് നടന്നത്. അപ്പോൾ ഫോണിന്റെ വില കൂടിയെങ്കിലും സാംസങ്ങിന്റെ ഈ ഒരു ഫോണിന്റെ ബുക്കിങ്ങിന് യാതൊരു കുറവില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഫോണിന്റെ വില കൂടിയതാകാം ബുക്കിംഗ് കൂടാനും ഒരു കാരണമെന്ന് തോന്നുന്നുണ്ട്. അതായത് 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ EMI ഇട്ടുകൊണ്ട് ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് ആ ഫോൺ മറിച്ച് വിൽക്കുന്ന അങ്ങനെ ഒരു പരിപാടിയും പലരും ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ മറിച്ച് വിൽക്കുന്നതിനൊക്കെ ആണോ എന്നറിയില്ല. എന്തായാലും ഇത്രയധികം ബുക്കിംഗ് ആണ് വെറും 3 ദിവസം കൊണ്ട് ഇന്ത്യയിൽ മാത്രം നടന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയ ഓക്സിജൻ ഡീറ്റെയിൽ ഇപ്പോൾ മികച്ച ഓണക്കാല ഓഫറുകൾ നടക്കുന്നുണ്ട്. ഥാർ റോക്സ് ഉൾപ്പെടെ ഏകദേശം 30 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഈ ഒരു ഓണത്തിന് ഓക്സിജൻ നൽകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പുതിയ ഫോണോ ഗാഡ്ജറ്റുകളോ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.